എനിക്ക് തോന്നുന്നു നല്ല ശതമാനം വോട്ട്, പക്ഷേ ഈ ബൂത്തിൽ ഇപ്പം വന്നപ്പോൾ ആൾ കുറവാണ്. എന്തായാലും നല്ലൊരു ശതമാനം പോളിംഗ് നടക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു 75% നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അത്രയും ഇപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ ആൾക്കാർ വന്നാൽ ചൂടില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല സമയമാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ആളും കുറവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വന്നാൽ വോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. മകള് വോട്ട് ചെയ്യാൻ വരുന്നില്ലേ? ഇല്ല, അവിടെ വരാൻ പറ്റില്ല. ഇവരുണ്ട്, മുത്താളുണ്ട്. പറ്റുന്നില്ല, അവർക്ക് വരാൻ പറ്റുന്നില്ല. ട്രൈ ചെയ്തു, പക്ഷെ പറ്റുന്നില്ല. അവിടെ കോമ്പിനേഷൻ വർക്കെല്ലാം ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, രാവിലെ തൊട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കില്ല, എങ്ങനെയുണ്ട് വോട്ടിൻ്റെ ബൂത്തിൻ്റെ മുന്നേ ഒക്കെ? നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടുതലാണ്. ആണോ? ശരിക്കും ഞാൻ വേണേ അങ്ങോട്ട് ചോദിക്കാൻ, എങ്ങനെയുണ്ട്? നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ, രാവിലെ തൊട്ട് നീക്കിയല്ലേ, കൂടുതലാണല്ലേ? മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് 100% മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. തിരുവനന്തപുരത്തെ കാറ്റ് രാജ ചന്ദ്രശേഖറിലേക്കായിരിക്കും. അതിന് സംശയം എന്താണ്? എന്തായാലും 15 കൊല്ലം ഒരാൾ ഇവിടെ MP ആയിട്ടിരുന്നിട്ട് ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ആൾ വന്നിട്ട് അത് വരുമ്പോഴത്തേക്ക് അതിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, കേരളത്തിനകത്ത് പല സ്ഥലത്തും താമര വിരിയും.